ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എവിടേക്കെല്ലാമാണ് ദൂതനായി വന്നിട്ടുള്ളത്, അതാണ് ചർച്ചകൾ. അതിനെപ്പറ്റി നല്ലൊരു ചർച്ചയുണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ്. ഹബീബ നബിയെ പുകഴ്ത്തലുമാണത്. നബിന്റെ സ്ഥാനമാണ് എണ്ണിപ്പറയലാണല്ലോ. ഇവയിലും നീ അറിയുക, എന്താണ് അറിയേണ്ടത് അറിയോ? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായിട്ടും ഹബീബായ നബി തങ്ങള് മുർസൽ ഇല സഖലൈനി, രണ്ടു വർഗത്തില്, സഖലൈനി എന്ന് പറഞ്ഞാൽ ജിന്നി ഇൻസി എന്ന ഉദ്ദേശം, ഈ രണ്ടു വർഗത്തിലേക്കും ദൂതനായി നിയോഗിക്കപ്പെട്ടവരാണ്. ബിൽ ഇജ്മായി, അതിലാർക്കും തർക്കമില്ല. വ അമ്മ ഇല വൈരിഹിം, മറ്റുള്ളവരിലേക്ക്, അഥവാ ജിന്നി ഇൻസ് അല്ലാത്ത മറ്റു മലായിക്കത്തുകൾ, പിന്നെ ജമാദാത്തുകള്, നായിമാത്തുകള്, ഇവകളിലേക്കെല്ലാം ദൂതനായി അയക്കപ്പെട്ടിട്ടുണ്ടോ എന്ന തർക്കമുണ്ട്. ഫഅൽ അർജഹി, ബലപ്പെട്ട അഭിപ്രായ പ്രകാരം അവരിലേക്കും ദൂതനാണ് നബി, എല്ലാവരിലേക്കും ദൂതനാണ് എന്നതിലേക്ക് ആയത്തുകൾ നമുക്ക് പരതാം. ഖാല തആല, അല്ലാഹു തആല പറയുന്നു, വ അർസൽനാക ലിന്നാസി റസൂലൻ വകഫാ ബില്ലാഹി ഷഹീദ. ആ ആയത്തിന്റെ സാരം ഇങ്ങനെ നമുക്ക് ഗ്രഹിക്കാം: നബിയെ, അങ്ങയെ നമ്മൾ ജനങ്ങൾക്ക് ദൂതനായി നിയോഗിച്ചു, അള്ളാഹ് അതിന് സാക്ഷിയാണ്, അവർ അറിഞ്ഞു വേണ്ടതില്ല. ആ ആയത്ത് ഇത് നിസായിലെ 79-ാമത്തെ സൂക്തമാണ്. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മൊത്തത്തിൽ എല്ലാവരിലേക്കും ദൂതനാണ് നബി എന്ന് ഈ ആയത്തുകൊണ്ട് എങ്ങനെ വ്യക്തമായി? അറബിന്റെ ഗ്രാമർ അറിയണ്ടേ? ലിന്നാസി എന്നതിലുള്ള അലിഫിലാമു കൊണ്ട് മാരിഫയാക്കപ്പെട്ട ലിന്നാസ്, അത് യജിബു അംലുഹു അൽ ഇസ്തിഗ്റാഖി ഹൈസു ലം യൂജദ് അഹദുൻ, അതിന് മുമ്പ് അറിയപ്പെട്ടതായ ഒന്നിവിടെ കിട്ടാത്ത കാലത്തോളം ഇവിടെ അലിഫിലാമു കൊണ്ട് മാരിഫയാക്കപ്പെട്ട ഇസ്മ, അത് ഇസ്തിഗ്റാഖിനും നാസ് എന്ന് പറയുന്ന സർവത്തിനെയും ഉൾപ്പെടുത്തും ലിന്നാസ് എന്ന് പറയുമ്പോ. ഇനി വേറൊരായത്ത് നോക്കാം. വഖാല അല്ലാഹു തആല വീണ്ടും പറയുന്നുണ്ട്, ഖുൽ യാ അയ്യുഹൻ നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. അഅറാഫ് 158. നബി അങ്ങ് മൊഴിയണം. എന്താ പറയേണ്ടത്? ഓ ജനങ്ങളെ, നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും ദൂതനായി നിയോഗിക്കപ്പെട്ട ആളാണ്. അവിടെ ഇന്നാസ് ഇലൈക്കും അയ്യുഹന്ന സംബോധനം ചെയ്തു, ഇലൈക്കും ജമീഅ എന്നും പറഞ്ഞു. അപ്പൊ മനുഷ്യവർഗത്തിൽ എല്ലാവരിലേക്കും എന്നായി. വഖാല അയ്ദൻ, വീണ്ടും അല്ലാഹു തആല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. 28. എന്താ പറഞ്ഞറിയോ അതിന്റെ അർത്ഥം? മുത്തുനബി തങ്ങളെ നമ്മൾ നിയോഗിച്ചിട്ടില്ല ജനങ്ങൾക്ക് മൊത്തത്തിലല്ലാതെ, അതെല്ലാ ജനങ്ങളിലേക്കുമായിട്ടാണ് നബിയെ നിങ്ങൾ നമ്മുടെ റസൂലായി നിയോഗിച്ചിട്ടുള്ളത്. അതിനെങ്ങനെ? ബഷീറും വനദീറ, വിശ്വസിച്ചു കഴിഞ്ഞാൽ സന്തോഷം അറിയിക്കുന്നവരായിട്ടും നിഷേധികളാണെങ്കിൽ ശിക്ഷ കൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നവരുമായിട്ടാണ് മൊത്തം എല്ലാ ജനങ്ങളിലേക്കും നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ കാര്യം അധിക ജനങ്ങളും മനസ്സിലാക്കിയിട്ടില്ല, അറിയുന്നില്ല. അപ്പൊ ഇത്രയും ആയത്തുകൾ നമ്മൾ ഓതിന്ന് മനസ്സിലാക്കാത്ത എന്തായി? എല്ലാവരിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദൂതനാണ്. ഒരു വർഗത്തിലേക്ക് മാത്രം, മനുഷ്യവർഗത്തിലേക്ക് മാത്രമല്ല, മൊത്തത്തിലുണ്ട്, വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇവിടെ മൊത്തത്തിലല്ല, ജനങ്ങൾക്കും പ്രവാചകനാണ് എന്ന് കിട്ടിയല്ലോ. ഇനി ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത് എന്താ പറയുക? ഒരിക്കൽ മഹാനായിരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരു തൗറാത്തിന്റെ കോപ്പി കൊണ്ടെന്ന് വായിച്ചു. അത് വായിക്കുമ്പോൾ ഹബീബ നബി തങ്ങൾ ആകെ ദേഷ്യം പിടിച്ചു. അത് ഉമർ റളിയല്ലാഹു അൻഹു അറിയുന്നില്ല, കൂടെ ഇരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണർത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് നബി തങ്ങളും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. അത് വരതാം. വഅൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു അന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിനുസ്ഖത്തിൻ മിനത്ത് തൗറാത്തി. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിന്റെ അടുത്തേക്ക് തൗറാത്തിന്റെ ഒരു കോപ്പിയുമായി കൊണ്ടുവന്നു. ഫഖാല യാ റസൂലല്ലാഹി ഹാദിഹി നുസ്ഖത്തുൻ മിനത്ത് തൗറാത്തി. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാണ്, നബി, എന്റെ കയ്യിലുള്ള ഈ കോപ്പി ജൂതന്മാർക്ക് ഇറക്കി കൊടുക്കപ്പെട്ടതായിരിക്കും തൗറാത്ത് എന്ന വേദത്തിലൊരു കോപ്പിയാണ്.
ഇത് പറയുമ്പോഴും ബസക്കത്ത റസൂലുള്ള മൗനത്തിലാണെന്നും പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ കോപ്പി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. വായിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതഗയ്യറു, മഹാനായ നബി തങ്ങളുടെ മുഖം ആകെ വിവർണമാവുകയാണ്, അതിന്റെ പ്രസന്നത പോവുകയാണ്, ആകെ കോപം വരികയാണ്. മുത്തുനബി ഇതൊന്നും പറയുന്നില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആര്? മറ്റൊരു സ്വഹാബിയായിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ വഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, സകിറത് ഗസ്തവാക്കിൽ, എന്താ ഉമറെ കഥ? അതൊരു വിഷമത്തിന്റെ എത്തുമ്പോ പറയുന്ന വാക്കാണത്. എന്താ പറയുന്നറിയാം? മാതറാമാവി വജീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ എന്താ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കുന്നില്ലേ? നിങ്ങൾ വായിക്കുന്ന കോപ്പി അവിടെ വായിക്കുന്നുണ്ടെങ്കിലും റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടമായിട്ടില്ല, അനിഷ്ടമാണ്. റസൂലുള്ളാഹിക്ക് അനിഷ്ടമുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു നോക്കി ഇലാ വജ്ഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ മുഖത്തേക്ക് ഒന്നങ്ങ് നോക്കിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പേടിയായ റസൂലുള്ള വർത്താപകടമാണ്, റസൂലുള്ള ദേഷ്യപ്പെടാൻ പാടില്ല. അപ്പൊ എന്ത് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു കോപ്പിയോടെ വെച്ചു. നെടുവക്കാല മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താ? അഊദു ബില്ലാഹി മിൻ ഗളബില്ലാഹി വഗളബി റസൂലിഹി, അള്ളാഹുവിനെ തൊട്ടും അള്ളാഹുവിന്റെ തിരുദൂതരുടെ കോപത്തെ തൊട്ടും അള്ളാഹിന്റെ കോപത്തെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുകയാണ്. അവർ രണ്ടുപേരും ദേഷ്യപ്പെട്ട എന്റെ കാര്യം അപകടമല്ലേ? റളിനാ ബില്ലാഹി റബ്ബ, ആ റബ്ബായിട്ട് അള്ളാഹിനെ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടു. ഒബിൽ ഇസ്ലാമി ദീന, മതമായിട്ട് ഇസ്ലാം കൊണ്ട് നമ്മൾ പൊരുത്തപ്പെട്ടു. മുഹമ്മദിൻ നബിയ, നബിയായിട്ട് മുഹമ്മദ് നബിനെ കൊണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വാക്കങ്ങ് പറഞ്ഞു. ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഉമറിന്റെ കാര്യം ബോധ്യമായിട്ടുണ്ട്. റസൂലുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. ആ ദേഷ്യമാണ് അതിന്റെ കാര്യം. ചില ആൾക്കാർ ദേഷ്യപ്പെട്ട ആ കാര്യം നിൽക്കും. അങ്ങനത്തെ ഒരു കാര്യമാണ് ഇത്. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. റസൂലുള്ള ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദേഷ്യപ്പെട്ട കാര്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ബുദ്ധിമാനാണ്. ഉമർ റളിയല്ലാഹു തആല കോപ്പി വായന നിർത്തിയിട്ട് കാവൽ ചോദിച്ച് അങ്ങനെ റസൂലുള്ളാഹിനെ നബിയായി അംഗീകരിക്കുന്ന കഥ, ഇസ്ലാമിന്റെ ദീനായി അംഗീകരിക്കുന്ന മതം, അതുപോലെ അല്ലാഹു തആല റബ്ബായി അംഗീകരിക്കുന്ന പദം പറഞ്ഞപ്പോൾ, ആ വാക്കങ്ങ് പറഞ്ഞപ്പോൾ റസൂലുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. സംഗതി മനസ്സിലാക്കണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഒരുത്തനെ തന്നെയാണ് സത്യം, മുഹമ്മദിന്റെ ജസദ് ആ വ്യക്തിയുടെ കയ്യിൽ, അല്ലാഹു തന്നെയാണ് സത്യം. എന്താണ് ആ പറഞ്ഞത്? ലോ ബദാലക്കും മൂസ നബി അലൈഹി ഇസ്ലാം എങ്ങാനും നിങ്ങൾക്ക് വെളിപ്പെട്ട് വരികയാണെങ്കിൽ, കാരണം തൗറാത്ത് മൂസാ നബിക്ക് ഇറക്കപ്പെട്ടതാണല്ലോ, ഇപ്പൊ മൂസാ നബി ഇല്ല. മൂസാ നബിക്ക് ഇറക്കപ്പെട്ടതായിരിക്കും തൗറാത്തിന് കോപ്പിയാണ് താങ്കൾ വായിച്ചത്. ഞാൻ പറഞ്ഞു തരാം. സാക്ഷാൽ നൽകപ്പെട്ടതായിരിക്കുന്ന തൗറാത്ത് കിട്ടിയ മൂസാ നബി, ആ മഹാനെങ്ങാനും ഇവിടെ നിങ്ങൾക്ക് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ, ഫത്തബഅ്തുമൂഹു, നിങ്ങൾ എന്തായെന്നറിയാം, എന്നിട്ട് മൂസാ നബിനോട് പിന്തുടരുകയും ചെയ്താൽ, വതറക്തുമൂനി, നിങ്ങൾ എന്നെ മാറ്റി നിർത്തി നിങ്ങളാരും എന്നോട് പിന്തുടർന്നതും ഇല്ല എന്ന് വെക്കുക. അങ്ങനെ വരികയാണെങ്കിൽ ലവറൽത്തും, നിങ്ങളാകെ വഴിതെറ്റിപ്പോയി, അൻസവാഇ സബീൽ, യഥാർത്ഥ വഴിയെത്തോടും തെറ്റിപ്പോയി, നിങ്ങളാകെ പഴിച്ചു പോകും. മൂസാ നബി പ്രവാചകനാണ്, ഞാനും പ്രവാചകനാണ്. പക്ഷെ ഞാനുണ്ടായിരിക്കെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ പ്രവാചകരെ അംഗീകരിച്ച് നിങ്ങൾ എന്നെ തള്ളിയാൽ നിങ്ങൾ യഥാർത്ഥത്തിലേക്ക് എത്തുകയില്ല. വലൗകാന ഹയ്യൻ, അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അദ്റക നബുവത്തി, എന്നിട്ട് എന്റെ പ്രവാചക പദവി മഹാൻ എത്തിക്കുകയുമാണ് എങ്കിൽ, മഹാൻ അവർ അവസാനിപ്പിച്ചു. പിന്നെ മൂപ്പര് പ്രവാചകനായി നിൽക്കുന്നില്ല, മൂപ്പര് കഴിയാൻ പോവുകയാണ്. പിന്നെ ലത്തബഇനി, മഹാനവറുകൾ എന്നോട് പിന്തുടരും എന്നാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള ഈ ചരിത്രം ദാരിമീമം റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. എന്താ മനസ്സിലാക്കാനുള്ളത്? സാക്ഷാൽ മൂസാ നബിയും പ്രവാചകന്മാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവരൊക്കെ ഒഴിവാക്കിയിട്ട് പ്രവാചക പദവി മാറി അവരും ജനങ്ങളും എല്ലാം മൊത്തത്തിൽ ആരെക്കൊണ്ട് നബിയായി അംഗീകരിക്കും? അവസാന പ്രവാചകനായ ഖാതിമുൻ നബിയിൻ മുഹമ്മദ് മുസ്തഫ തങ്ങളെ കൊണ്ടായിരിക്കും വിശ്വസിക്കുക എന്ന് അവിടെ കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തി. ഇതിന്ന് മനസ്സിലാക്കാനുള്ളത് എന്താണ്? എല്ലാവർക്കും പ്രവാചകനായിട്ടാണ് നബിതങ്ങൾ വന്നിട്ടുള്ളത്. ആ സ്ഥാനം നബിതങ്ങൾ അറിയിച്ചു കൊടുത്തു. ആ സ്ഥാനം അറിയിക്കൽ നബിതങ്ങൾ അറിയിച്ചു തന്നെങ്കിൽ തന്നെ നമുക്ക് അറിയുള്ളൂ. അത് അറിയിച്ചു തരികയും ചെയ്തു. ഇനി നോക്കുവാറുന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് തന്നെ റിപ്പോർട്ട് കാണാം. എന്താ നോക്കാം നമുക്ക്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ തന്നെ പറയുന്നു. എന്ത്?
ഉഅ്തിതു ഖംസൻ ലം യുഅ്തഹുന്ന അഹദു മിനൽ അംബിയാഇ അലൈഹി സ്വലാത്തു വസ്സലാം ഖബ്ലി. എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയതായ പ്രവാചകന്മാർ, എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു പ്രവാചകനും നൽകാത്തൊരു 5 കാര്യമുണ്ട്, അത് ഒരുമിച്ച് എനിക്ക് തന്നെ നൽകിയിട്ടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒന്നെന്താന്ന് വെച്ചാൽ നുസ്റത്തു ബിർറൈബ്, പേടി കൊണ്ട് എനിക്ക് സഹായം നൽകിയിട്ടുണ്ട്. മസീറത്ത ഷഹർ, 1 മാസം അകലെ നടന്നു പോകേണ്ട വഴികൾ എത്ര കിലോമീറ്ററുകൾ, എത്രയോ മൈലുകളുണ്ടോ, അത്രയും മൈലുകൾക്ക് അപ്പുറത്ത് തന്നെ എന്നെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയായിരിക്കും. ഇതൊന്നേ. വജുഅലത്തിൽ അർളു മസ്ജിദൻ വതഹൂറ, ഭൂമി എനിക്ക് എവിടെയും നിസ്കരിക്കാനും സൂചി ചെയ്യാൻ പറ്റുന്ന സ്ഥലമാക്കി തന്നു, ഭൂമി ശുദ്ധമാക്കി തന്നു എനിക്ക്. ഇതാണ് രണ്ടാമത്തത്. ഫഅയ്യുമ റജുലിൻ മിൻ ഉമ്മത്തി അദ്റകതുഹു സ്വലാത്തു ഫൽയുസല്ലി, എന്റെ സമുദായത്തിൽപ്പെട്ട ആർക്കും എങ്കിലും ഒരാൾക്ക് നിസ്കാരത്തിന്റെ സമയം എത്തിപ്പെട്ടു, ഏത് പ്രദേശത്താണോ, മരുഭൂമിയിലാണവൻ, പാറമ്മലാണവൻ, അല്ലെങ്കിൽ കാട്ടിലാണവൻ, റോട്ടിലാണവൻ, എവിടെയാണെങ്കിലും അവിടെ അവൻ നിസ്കരിച്ചു കൊള്ളട്ടെ. ഈ ഒരു പവിത്രത എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ എന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഒരു പ്രവാചകനും സമരാർജിത സമ്പത്തിന് അനുവദനീയമില്ലായിരുന്നു, അതങ്ങനെ തന്നെ പോകലായിരുന്നു. എന്നാൽ എനിക്ക് അങ്ങനെയല്ല, ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് കിട്ടുന്ന വൈമത്ത് സ്വത്തുകൾ എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത് 3. നാലാമത്തത് ഷഫാഅത്തിന് അധികാരം നാളെ മഹ്ശറിൽ എല്ലാവർക്കും ഉണ്ടെങ്കിലും വലിയൊരു ഷഫാഅത്തുൽ ഉളുമ എന്ന് പറയുന്ന ഒന്നുണ്ട്, അതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുബ്അസു ഇലാ ഖൗമി ഖാസത്തൻ, ഓരോ പ്രവാചകന്മാരെയും അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ള പ്രത്യേക സമുദായത്തിലേക്കായിട്ടാണ്, ഒരു പ്രത്യേക ഗോത്രത്തിലേക്കോ നാട്ടിലേക്കോ വിഭാഗത്തിലേക്കോ മാത്രമാണ്. എന്നാൽ എന്നെ അങ്ങനെയല്ല, എല്ലാ ജനങ്ങളിലേക്കും അന്ത്യനാളി വരേക്കുമുള്ള ജനങ്ങളിലേക്കും പ്രവാചകനായി എന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഇനി പ്രവാചകന്റെ ആവശ്യവുമില്ല, എല്ലാ പ്രവാചകന്മാർക്കും അവസാനത്തെ പ്രവാചകനായി വരികയും മൊത്തത്തിൽ എല്ലാവർക്കും ഒരു പ്രവാചകനായി എന്നെ നിയോഗിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 5 കാര്യം എനിക്ക് നൽകിയിട്ടുണ്ട്, ഇതൊരാൾക്കും കിട്ടിയിട്ടില്ല. ഈ 5 കാര്യത്തിലും പറഞ്ഞത് എന്താണ്? 5ാമത്തെ കാര്യത്തില് ജനങ്ങളെല്ലാവരിലേക്കും നിയോഗിക്കപ്പെട്ടവനാണ് എന്നെ എന്നാണ്. ഈ ഹദീസ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഒന്ന് കാണാം. അപ്പൊ മനസ്സിലായല്ലോ, എല്ലാ ജനങ്ങളിലേക്കും മൊത്തമായിക്കൊണ്ട് ദൂതനായി നിയോഗിക്കപ്പെട്ടവരാണ് തിരുനിബിതങ്ങൾ എന്ന് ഹദീസുണ്ട് വ്യക്തമായി. ഇജ്മാ പ്രകാരം പറയട്ടെ, മനുഷ്യരിലേക്ക് മാത്രമല്ല ജിന്ന് വർഗത്തിലേക്കും ദൂതനാണ് നിബിതങ്ങൾ. അക്കാര്യവും ഉറപ്പാണ്, തർക്കമില്ല. ഉള്ളൊരു സൂറത്തിൽ ജിന്ന് സൂറത്ത് മറിച്ചു നോക്കിയാൽ അത് ഇഷ്ടം പോലെ ആയത്തിൽ കാണാം. അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടില്ല, നിങ്ങൾക്ക് സൂചന നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ എന്താണെന്നറിയുമ്പോൾ വേറൊന്നും കൂടി മനസ്സിലാക്കാൻ. ഇവിടെ നുസ്റത്ത് ബിർറുഅബ് എന്ന് പറയുമ്പോൾ അതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഇത്രയും ഞാൻ സംസാരിച്ചത് ഇബ്തിദാൽ ഉസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. ഇനി നുസ്റത്ത് ബിർറുഅബ് എന്ന് പറഞ്ഞാൽ എന്താ, അത് വിശദീകരിക്കേണ്ടതുണ്ട്, അത് വിശദീകരിക്കുകയാണ്. സ്വബ എന്ന് പറഞ്ഞാൽ ആ സ്വബ കാറ്റിന്റെ ദൂരം, അതെന്താണ്? അതെന്താ അറിയോ? സറഹുൽ അംസിയ എന്ന് പറയുന്നൊരു കിതാബുണ്ട്, നബി തങ്ങളെ മദ്ഹ് ചെയ്യുന്ന കിതാബാണ് അംസിയ. ആ അംസിയുള്ള വെയ്ത്താണ്. അതിൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, സഞ്ചരിക്കുന്ന ഒരു മാസക്കാലം, നിങ്ങളെ സഹായിച്ചുകൊണ്ടൊരു മാസക്കാലം സ്വബ എന്ന് പറയുന്ന കാറ്റ് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ സഞ്ചരിക്കുന്ന കാറ്റിനെ തന്നെയാണ് സത്യം സ്വബ നബിയെ നിങ്ങളടുക്കൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാറ്റ് പോലെയാണ്. ഇനി അത് വിശദീകരിക്കുകയാണ് സറഹുൽ അംസിയയിൽ. ഓമിൻഹ ഈ പറഞ്ഞെന്നറിയപ്പെടാമെന്ന് യുഅലമു അറിയപ്പെടുന്നുണ്ട്. അന്ന സ്വബ കാലത്ത് തസീറു ബിസബബി നുസ്റതി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളെ സഹായിക്കുക എന്ന കാരണം കൊണ്ട് ഈ സ്വബ കാറ്റിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് ഇതിന് മനസ്സിലായല്ലോ.
വഹുവ അർറുബു, ആ കാറ്റെന്താ? റുബാണ്. റുബ് എന്ന് പറഞ്ഞാൽ ഖൗഫ്, ഭയമാണെന്ന്. മിൻഹു അൽ മുസ്ഇജു ലിഅഇദാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസാബത ശൈരി മിൻ സാഇരി നവാഹിൽ മദീന. മദീനയുടെ ചുറ്റുവട്ടത്തിൽ നിന്നും ഒരു മാസക്കാല ദൂരത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന അത്ര ദൂരം ശത്രുക്കളെ മുഴുവനെയും ഇളക്കി പുറപ്പെടിച്ച് ആട്ടിവിടുന്ന വിധത്തിലുള്ള കാറ്റാ റുബ്. ആ റുബാണ് വിധങ്ങൾ പറഞ്ഞ നുസ്റത്ത് ബിർ റുബ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് മനസ്സിലാക്കും? വലം യർഫഅ അഹദും മിൻഹും റഅസൻ ഇല്ല ഖതതഫതുഹു ലവാമിഉ സുയൂഫി നസ്രിഹി വഖവാസിഫു അസിന്നത്തി ഖൈരിഹി. ഹബീബായ നബി തങ്ങളെ ആ തങ്ങളുടെ ഒതുക്കി നിർത്തുക എന്ന് പറയുന്ന അമ്പിന്റെ മുനകളും നബിയെ സഹായിക്കുക എന്ന് പറയുന്ന വാളിന്റെ തിളക്കങ്ങളും ഈ കാറ്റടിക്കുന്നതോടുകൂടി ശത്രുക്കൾ ആരെയും തലപൊക്കിയാൽ അവർക്ക് തലപൊക്കാൻ കഴിയില്ല, അപ്പോഴേക്കും അത് റാഞ്ചിക്കൊണ്ടുപോകും. അത്രത്തോളം പേടിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു റുഅബ് അല്ലാഹു തആല നൽകി ഹബീബ നബിയെ സഹായിച്ചിട്ടുണ്ട്. ഇതാണ് നുസ്റത്തുർ റുഅബ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് സംശയം, വതഹദീദ് ബിശ്ശഹർ, ഒരു മാസം എന്ന് കണക്കാക്കി പറഞ്ഞല്ലോ മുസന്നിഫ് ആ പാട്ടുകാരൻ. അത് ഇഷാറത്തുൻ ഇല അന്നമാ ഇസ്തവല്ലി അലൈഹി ലാ തസീദു മസാഫതുഹു ഫി ഹയാതി അലാ ഷഹറുന. അപ്പൊ ആ കാറ്റിന്റെ വേഗത, ആ കാറ്റ് അധികാരം നടത്തുന്ന വേഗത റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഒരു മാസത്തിനേക്കാൾ കൂടുതൽ ആകൂല, ഒരു മാസം തന്നെ അതുണ്ടാവുകയുള്ളൂ എന്നാണ്. അല്ല, ഇനി വഫീ റിവായത്തിൻ ഒരു റിപ്പോർട്ടിൽ കാണാമെന്ന് വനുസിറത്തു അലൽ അദുവി ബിർറുഅബി വലൗ കാന ബൈനി വബൈനഹും മസീറത്തു ഷഹർ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് കാണാം, വനുസിറത്തു അലൽ അദുവി ബിഹി, റുഅബ് എന്ന് പറയുന്ന കാറ്റുകൊണ്ട് എന്റെ ശത്രുക്കൾക്ക് എതിരിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. വലൗ കാന ബൈനി വബൈനഹും മസീറത്തു ഷഹർ, എന്റെയും ശത്രുക്കൾക്കും ഇടയിൽ ഒരു മാസം അകലെ നടന്നു നീങ്ങാനുള്ള കിലോമീറ്ററുകളോളം വഴികളുണ്ട്. അത്രയും മൈലുകളുണ്ടെങ്കിൽ പോലും അവർക്കിടയിൽ ഈ കാറ്റ് കൊണ്ട് മതി പേടിപ്പെടുത്താൻ. അങ്ങനെയാണ് അവിടെയും റസൂലുള്ളാഹി ഉപയോഗിച്ചൊരു മാസം എന്ന് കാണാം. അപ്പൊ വ്യക്തമായിട്ട് പറയാൻ അത് തന്നെ കാരണം. കാലപാലകും ചില പണ്ഡിതന്മാർ പറയുന്നു, വല്ലാഹു ഇഖ്തിസാസു ബിഹി മുത്ലഖൻ, ഹബീബായ നബി തങ്ങൾക്ക് ഈ റുഅബ് എന്ന് പറയുന്നതുകൊണ്ടുള്ള സഹായം പ്രത്യേകമാക്കിയത് നിരുപാധികമാണ്. പിന്നീട് അവിടെ ഒരു മാസം എന്ന് അതിന്റെ അറ്റമാക്കിയത്, ഒരു മാസക്കാലം എന്ന് വെച്ചത് എന്തിനാ? ലിഅന്നഹുലം ബൈന ബലദി സല്ലല്ലാഹു അലൈഹി വസല്ലമ വബൈന അഹദി മിൻ അഅദാഇ അക്സറ മിൻ ഷഹർ. റസൂലുള്ളാഹിയുടെയും റസൂലുള്ളാഹിന്റെ ശത്രുക്കൾക്ക് ഇടയിലും നാട്ടുകാർക്ക് ഇടയിലും ഒരു മാസത്തിനേക്കാൾ അധികം വഴിദൂരമുണ്ടായിരുന്നില്ല. അതില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം പ്രത്യേകമായതാണ്, നിരുപാധികമായിട്ട് ഒരു ഖൈദും അവിടെയില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ നബി തങ്ങൾ മാത്രമുള്ളത് വെച്ചോളും, പട്ടാളക്കാരില്ലെങ്കിലും ഹബീബ നബിയെ സഹായിക്കുവാൻ ഈ റുഅബ് മദീൻ. അപ്പൊ ഇതാണ് ഈ റുഅബ് കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചു എന്ന് പറയുന്നത്. പിന്നെ സ്വബ കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സ്വബ എന്ന് പറയുമ്പോൾ എന്ത് കാറ്റാ? ഒരു കട്ടി കുറഞ്ഞ മയമുള്ള കാറ്റാണ്. അത് അടിച്ചു വീശുന്ന എവിടെയെന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്ത് നിന്നാണ്. രാത്രി മധ്യത്തിലും പകലിന്റെ മധ്യത്തിലും ഈ സ്വബ കാറ്റുണ്ടാവും. നല്ലൊരു കാറ്റാണ്. ഇതാണ് വഹിയ മുറാദുൽ ഹസൻ റളിയല്ലാഹു അൻഹു ഫീ ഖൗലിഹി ഫഇദാ ജഅൽത ലഹറക ഇലാ ബാബിൽ കഅബ ഫസ്സബ മുഖാബിലുക വഹിയ മുസ്തഖബിലു ബാബിൽ കഅബതി എന്ന് കാണാം. എന്താണ്? താങ്കളുടെ പുറം ഭാഗത്തെ കഅബയുടെ വാതിലേക്ക് നിങ്ങൾ നേരിടുകയാണെങ്കിൽ നേരെ നിങ്ങൾ മുന്നോട്ട് ആ സ്വബ കാറ്റ് വരുന്നതാണ്. അപ്പൊ സ്വബ കാറ്റ് എവിടുന്ന് വരുന്നതാണ്? കഅബയുടെ വാതിൽക്ക് മുന്നിട്ട് വരുന്നതാണെന്ന് മനസ്സിലാകും. അപ്പൊ പുറം ഭാഗത്തെ കഅബയാക്കി വെച്ച് നോക്കി, അവിടെ നേരെ കഅബയുടെ മുന്നിൽ നിന്ന് കാറ്റടിച്ചു വരും, അവിടുന്ന് പറയുന്നുണ്ട്. വഫീ റിവായത്തി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവെ തൊട്ട് റിപ്പോർട്ടിൽ കാണാം,
അന്നമാ ബൈന മത്ലഇ ശംസി വൽ ജദിയി യുസമ്മ സബൻ വയുസമ്മ ഷിമാൽ എന്ന് കാണാം. എന്ത്? സൂര്യൻ ഉദിക്കുന്നതിന്റെയും ജദി എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെയും ഇടയിൽ കൂടെ വരുന്നൊരു കാറ്റുണ്ട്. ആ കാറ്റിന്റെ പേര് സ്വബ എന്നും ഷിമാൽ കാറ്റ് എന്നും വടക്കൻ കാറ്റ് എന്നൊക്കെ പറയാം. വഫിൽ ഖാമൂസി, ഭാഷാപരമായി അർത്ഥം പറയുന്ന ഖാമൂസ് മറിച്ചാൽ പല അഭിപ്രായം അതിലുണ്ട്. വസ്വഗീബു, ബലപ്പെട്ട അഭിപ്രായം, അന്നഹുമാ മഹബ്ബുഹു ബൈന മത്ലഇ ശംസി വബനാത്തി നഇഷ് ഔ മിൻ മത്ലഇ ശംസി ഇലാ മുസ്ബിത്തിൻ നസ്രി ത്വാഇർ എന്ന് കാണാം. എന്ത്? ആ കാറ്റ് അടിച്ചു വീശുന്ന സ്ഥലം അതൊന്നാണ്. ഇങ്ങനത്തെ കാറ്റ് അതിന്റെ അടിച്ചു വീശുന്ന സ്ഥലം സൂര്യൻ ഉദിക്കുന്നതിന് കിഴക്ക് ഭാഗത്തിന്റെ ഇടയിലും ബനാത്തി നഇഷിന്റെയും ഇടയിലാണ്. അല്ല, സൂര്യൻ ഉദിച്ചിട്ട് ഒരു പറന്നു പോകുന്ന പരുന്തി വീഴുന്ന സ്ഥലം ഏതുവരെയാണോ അതുവരെ അത്രയും സമയം നീണ്ടു നിൽക്കുന്ന ഒരു കാറ്റ് എന്നും അഭിപ്രായമുണ്ട്. അങ്ങനെ അവിടുന്നൊക്കെ അടിച്ചു വീശുന്ന കാറ്റ് എന്താണ്? സ്വബാ കാറ്റ്. ഇത്രയുള്ള സ്വബാ കാറ്റടിച്ച് പേടിപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു തആല നബിയെ അള്ളാഹ് സഹായിച്ചിട്ടുള്ളത്. പട്ടാളക്കാരും വേണ്ട. പിന്നെ പാട്ടിൽ എന്താ പറഞ്ഞത്? നബിയെ, സ്വബാ കാറ്റ് അങ്ങനടുത്ത് റുഖ ആണ്. എന്താ റുഖ? സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്ത കാറ്റാണത്. ഒരു മാസക്കാലത്തോളം രാവിലെ സഞ്ചരിക്കാം, വൈകുന്നേരമൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന കാറ്റാണ്. ആ കാറ്റ് നബിന്റെ അടുക്കൽ റുഹ ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ലാകിൻ മുഅ്ജിസത്തു നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ഹറു വഅഅലമു. ലാകിന്ന മുഅ്ജിസത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ഹറു വഅഅലമു. എങ്കിലും ഹബീബാ നബി തങ്ങൾക്ക് ഈ കാറ്റ് എന്താണ്? ഏറ്റവും മുഅ്ജിസത്തായിട്ട് പ്രകടമായതാണ്, വണ്ണമായതാണ്. എന്താ കാരണം? സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്ത കാറ്റ് അത് ദാത്തിന് വേണ്ടി തന്നെയാണ്. അത് സുലൈമാൻ നബി അലൈഹിസ്സലാം ദാത്തിനുള്ള കാറ്റായി കീഴ്പ്പെടുത്തി കൊടുത്തതാണ്. വഹാദിഹി, ഈ പറഞ്ഞ കാറ്റ് സുഖിറത്തിൽ സിഫത്തിൻ മിൻ സിഫാത്തി നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾക്ക് പല ഗുണങ്ങളുമുണ്ട്. ആ ഗുണത്തിൽ നിന്ന് ഒരു ഗുണത്തിന് വേണ്ടി മാത്രമാണ് ഇതിനെ കീഴ്പ്പെടുത്തി കൊടുത്തത്, ദാത്തിനല്ല. ഏതാണ് ആ ഗുണം? ഹൈബത്തു, നബിനെ കണ്ടാലുള്ള പേടിയാണ്, ബഹുമാനം, ആദരവാണ്. നബിനെ കാണുമ്പോ പേടിയുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹു തആല നൽകിയ കാറ്റിനോട് സുലൈമാൻ നബി അലൈഹിസ്സലാം കൽപ്പിക്കണം, വാ പോ എന്ന കൽപ്പന ഉണ്ടാകുമ്പോഴേ കാറ്റ് സഞ്ചരിക്കുള്ളൂ. എങ്കിൽ നബി തങ്ങൾ കൊടുത്ത ഈ കാറ്റുണ്ടല്ലോ, തസീറു, അത് സഞ്ചരിക്കുക, ബി അംരി റബ്ബിക മിൻ ഗൈരി തവസ്സുതി അംരി മിൻ നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിന്റെ ഭാഗത്തുനിന്ന് കൽപ്പന വേണ്ട. ആ ഒരു വാക്യത്തിന്റെ മാധ്യമമില്ലാതെ നേരിട്ട് തന്നെ അള്ളാഹു തആല അങ്ങ് പറയുകയാണ്, അള്ളാഹ് തിരിച്ചതല്ലേ നബിയെ. അപ്പൊ കാറ്റിനോട് പറഞ്ഞു നബിന്റെ കൂടെ പോകുവാൻ. ആ കാറ്റ് വന്നിട്ട് നബി സഹായിക്കുവാൻ കാറ്റ് അള്ളാഹു തആല കൽപ്പിക്കുന്നു. ഇതാണ് മാറ്റം, എല്ലാത്തിനും മാറ്റം മതി. ഇതാണ് ഇപ്പൊ കാറ്റ് പറഞ്ഞപ്പോ വിശദീകരിച്ചു കുറച്ച്. ഈ കാറ്റ് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചിട്ടുള്ളത്. അപ്പൊ റൂബുണ്ട്, പേടിയുണ്ട്. ആ പേടി നൽകിക്കൊണ്ടാണ് അല്ലാഹു തആല നബിയെ സഹായിച്ചതാർക്കുമില്ല. ഇമാമുൽ കബീർ അൽ ആരിഫു ബില്ലാഹി അൽ ഖബീർ അൽ മുഹഖിഖ് വൽ വാരിഉ അശ്ശഹീർ. പ്രചാരപ്പെട്ട ആള്, സൂക്ഷ്മതയുള്ള ആള്, കാര്യങ്ങൾ സ്പഷ്ടമായി മനസ്സിലാക്കുന്ന ആള്, ഒരു രഹസ്യം അറിയുന്ന ആൾ, അള്ളാഹിനെ കൊണ്ട് അറിയുന്ന ആൾ, വലിയ ഇമാമ് എന്നാണ് സ്ഥാനപ്പേര്. ആ സ്ഥാനപ്പേര് നൽകിയിട്ട് പറയുന്ന ഓമനെ പേര് അബു അബിദില്ല എന്ന. സാക്ഷാൽ പേര് ഹാരിസ് ബിൻ അസദുൽ മഹാസബി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞു, എന്തിനു ശേഷം ദുനിയാവിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. നമ്മളെ പോലെ ആയിരിക്കും, അഴുതുമില്ല, അള്ള കാത്തുരക്ഷിക്കട്ടെ അതിനെ തൊട്ടൊക്കെ. അപ്പൊ ദുനിയാവിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞു ബഹുമാനപ്പെട്ടവർ. അതിന്റെ ശേഷം ഇവര് പറയുന്നു, ഈ ഉലമാ ഉദ്ദുനിയ പറയുന്നു, അന്ന അസ്ഹാബ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം മുഹമ്മദ് നബി തങ്ങളുടെ അണികളൊക്കെ സ്വഹാബത്തൊക്കെ കാലത്തിലും അംവാറും, അവർക്കൊക്കെ ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, പ്രതിപാദിക്കുകയാണ്. എന്നിട്ട് ഈ പാവം മഹറൂറൂന, ഈ പറയുന്ന ചതിയന്മാരും വഞ്ചനയിലും അകപ്പെട്ട ആളുകൾ തെളിവാക്കുന്നു, ബിദിക്രി സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും,
സ്വഹാബത്തിനെ പറഞ്ഞുകൊണ്ട് തെളിവാക്കുകയാണ്. എന്തിന്? ഇവർ സമ്പത്ത് വാരിക്കൂട്ടും. ഈ സമ്പത്ത് വാരിക്കൂട്ടുന്നതിന്റെ മേൽ ജനങ്ങൾ അവർക്ക് കാരണം ബോധിപ്പിക്കുക. അപ്പൊ ജനങ്ങൾ ആ കാരണം അംഗീകരിക്കും. കാരണം സ്വഹാബത്തിനൊക്കെ ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ടായിരുന്നു, നമ്മൾ വാതിൽ കേട്ടതല്ലേ. അപ്പൊ മൂല്യന്മാർ ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ടാക്കിക്കോട്ടെ, അതിനിപ്പോ എന്താ? അപ്പൊ ജനങ്ങൾ അത് അംഗീകരിക്കല് വരലും ഒക്കെ ഉണ്ടാവും. വാസ്തവത്തിലൂടെ സംഭവിക്കുന്ന എന്താണ്? എത്തരത്തിൽ വഖദ് ദഹാഹുമു ശൈത്താൻ, പിശാച് അവരെ ചതിച്ചിരിക്കുകയാണ്, വഞ്ചിച്ചിരിക്കുകയാണ്. ഒമാ യശ്ഫറൂന, എത്തരത്തിൽ ഇതൊന്നും ഈ പാവപ്പെട്ട വിലമ അറിയുന്നില്ല. അപ്പൊ ദുനിയാവിന് വേണ്ടി വാത് പറഞ്ഞ് സമ്പാദിച്ചു കൂട്ടുന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ പറയും, ജനങ്ങളൊക്കെ ചോദിക്കുമ്പോ ആ ജനങ്ങളോട് കാരണം ബോധിപ്പിച്ചവർ എന്തുകൊണ്ടാണ് ഈ മൂല്യന്മാർക്ക് വണ്ടി ഉണ്ടായിക്കോട്ടെ, കാറുണ്ടായിക്കോട്ടെ, ഇഷ്ടം പോലെ സ്വത്ത് സംഭാവന സമ്പത്തൊക്കെ സ്വഹാബത്തിന് ഉണ്ടായിട്ടില്ലേ, അതുപോലെ മൂല്യന്മാർക്കുണ്ടാകുന്ന അപ്പൊ ജനങ്ങളത് അംഗീകരിക്കും. പക്ഷെ സമ്പത്ത് ഉണ്ടാവണ്ടാവുന്ന ഇവിടെ വാദമൊന്നുമില്ല. യഥാർത്ഥ ആലിമികൾ അങ്ങനെയല്ല നടത്തും. എന്നിട്ട് ഓല് തെളിവാക്കി സഹാബത്തിനെ കൊണ്ടുവരിക. സഹാബത്തിന്റെ ജീവിതം ആദ്യം മനസ്സിലാക്കണം. സഹാബത്തിന് സമ്പത്തില്ല എന്നുള്ളടത്തല്ല വിഷയം. സഹാബത്ത് സമ്പത്ത് ഉണ്ടായിട്ടും എങ്ങനെ ജീവിച്ചു, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെയാണോ അറിയുന്നില്ല, വൈഹക്ക് നിന്റെ നാശമേ, അയ്യുഹൽ മഫ്തൂൻ, ഫിത്നയിലാക്കപ്പെട്ടവനെ, ഇന്ന ഇഹ്തിജാജക മാലി അബ്ദുർ റഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ എവിടെ നോക്കിയാലും റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന കൊണ്ട് ധാരാളം സമ്പത്തിട്ട് മഹാഭാഗ്യം കിട്ടിയ ആളാണ്, ബർക്കത്തുകൊണ്ട്. ആ മഹാനിഷ്ടം പോലെ സമ്പത്തുണ്ടെന്നും പറഞ്ഞ് നിന്റെ ലക്ഷ്യം പിടിക്കലേ, അത് മക്കീദത്തുമിന് ഷൈത്താൻ, ഈ ഷൈത്താൻ ഒരു ചതിയാണ്. എന്തൊക്കെ ബിഹ, ആ ചതി കൊണ്ട് ഷൈത്താൻ മൊഴിയുന്നു അലാ ലിസാനിക്ക, നിന്റെ നാവിലൂടെ. അതങ്ങനെ മൊഴിയാന്ന് മാത്രം. മഹാനവറുകൾക്ക് സമ്പത്തുണ്ടെന്നും പറഞ്ഞ് ലക്ഷ്യം വെച്ച് സമ്പത്ത് ഉണ്ടാക്കണ്ട. എന്താ അങ്ങനെ പറയാൻ കാര്യം? തഹിരിക്കാൻ, നീ നശിക്കാൻ വേണ്ടി ഷൈത്താൻ കാട്ടിയ പണിയാ. കാരണം അന്നൊക്കെ നിശ്ചയമായിട്ടും നീ വാദിക്കുകയാണെങ്കിൽ വല്ലപ്പോഴും എന്ത് അന്ന അഖിയാറ സഹാബത്തി റളിയല്ലാഹു അൻഹും അറാദുൽ മാല ലിതകാസുരി വശർഹി വസീനത്തി, അഴക്, അതുപോലെ സ്ഥാനം, അധിക സമ്പത്ത് ഇത്യാദി കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ, ഉന്നതരായ സ്വഹാബത്ത് അതൊക്കെ ഉണ്ടാക്കിയത് വല്ലപ്പോഴും വാദിച്ചാൽ വൻ കാര്യം അപകടമാണ്, ഈമാൻ നഷ്ടത്തിലാണ്. ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ നീ ചീത്ത പറഞ്ഞു, നീ കുറ്റപ്പെടുത്തി. വനസബത്തും ഇല അമ്പിന്നാദി, വലിയൊരു അപകടകാര്യത്തിലേക്ക് നീ അവരെ ചേർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ നീ കുടുങ്ങിപ്പോകും. അവ പറയാൻ പാടില്ല. ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് വാരിക്കൂട്ടല് അതാണ് ഏറ്റവും ഉയർന്ന പദവി, ശ്രേഷ്ഠതയും. അത് ഒഴിവാക്കുന്നതിനേക്കാളും ഉപേക്ഷിക്കുന്നതിനേക്കാളും എന്ന് നിന്റെ വല്ലപ്പോഴും വാദമുണ്ടെങ്കിൽ പറഞ്ഞ കാര്യമല്ല. മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിൽ മുർസലീന സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി വഅലൈഹിം അജ്മഈൻ, മഹാന്മാരായ നബിയെ കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും നിസാരപ്പെടുത്തിയവനായി മാറി. മാത്രമല്ല വനസബത്തുക്കും മിനൽ ജഹിലി, അവർക്കൊന്നും വിവരമില്ല എന്നതിലേക്ക് നിശ്ചയിച്ചു. ഇങ്ങനെയുള്ള വലിയൊരു അപകടം വന്ന് പിണയും. എന്തുകൊണ്ട്? ഇതിലം യജ്മഉൽ മാല, അവരാരും സമ്പത്ത് വാരിക്കൂട്ടി ഒരുമിച്ച് കൂട്ടിയിട്ടൊന്നുമില്ല. കമാ ജമഅത, നീ വാരിക്കൂട്ടിയതുപോലെ എന്ന്. വല്ലാത്തൊരു ചീത്തലെ. മഹാന്മാര് മനുഷ്യനെ നന്നാക്കി ചീത്ത പറയുക. ഹലാലായിരിക്കുന്ന സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടല് അതാണ് ഏറ്റവും ഉയർന്ന പദവി എന്ന വാദം നിനക്കുണ്ടെങ്കിൽ, മിന്തുർക്കിഹി, ആ സമ്പത്ത് ഉപേക്ഷിക്കുന്നതിനേക്കാളും പദവി ഉണ്ടാക്കലാണെന്ന വാദം വന്നാൽ, ഫഖദ് സഅംത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യൻസ ഉമ്മത്തുഹു, മഹാനായ നിബിതങ്ങൾ ഈ ലോകത്ത് സമുദായത്തിനെ സമുദ്ധരിക്കുവാനും സതുപദേശത്തിനും വേണ്ടി വന്നതാ. അത് നിബിതങ്ങൾ സമുദായത്തിന് സതുപദേശം നൽകിയിട്ടില്ല എന്നുള്ള വാദത്തിലേക്ക് നീങ്ങും. അതാണ് നീ വാദിക്കുന്നത്. കാരണം ഇത് നഹാഹും മഞ്ചം മാലി, മുത്തുനിബിതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സമ്പത്ത് വാരിക്കൂട്ടലിനെ ജനങ്ങളോട് നിരോധിച്ചിട്ടുണ്ട്. കഥബുത്ത, നിശ്ചയമായിട്ട് നീ കളവ് പറഞ്ഞിരിക്കുകയാണോ? റബ്ബിസ്സമായി, ആകാശലോകത്തിന്റെ റബ്ബിനെ തന്നെ സത്യം, അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിതങ്ങളുടെ മേൽ നീ കളവ് പറഞ്ഞിരിക്കുകയാണ്. ചിന്തിക്കണം. മുത്തുനബിതങ്ങൾ നസീഹത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കളവല്ലേ? ബൽകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലില്ലുമ്മത്തി നാസിഹൻ, മഹാനായിരിക്കുന്ന നബിതങ്ങൾ ഈ സമുദായത്തിന് സൽഗുണസമ്പന്നനായി മാറിയ ആളാണ്. മഹാനായ നബിതങ്ങൾ ഈ സമുദായത്തിന് സതുപദേശം നൽകിയ ആളായിരുന്നു. വഅലൈഹിം മുശഫിഖൻ, മഹാനായ നബിതങ്ങൾ
അവരുടെ മേൽ വല്ലാതെ പ്രേമിക്കുന്ന ആളായിരുന്നു. നബി തങ്ങൾ അവരോട് അറിവുള്ളവരും കരുണയുള്ളവരുമായിരുന്നു. ഇതാണ് ഈ മുത്ത്. ഈ മുത്തിന് മേൽ നീ കള പറഞ്ഞവനായി മാറും. സമ്പത്ത് നീ ഉണ്ടാക്കിക്കോ, സ്വഹാബത്തിനെ നബിന്റെ മേലും കുറ്റം ചാരിക്കൊണ്ട് ഉണ്ടാക്കണ്ട. അവർ പറഞ്ഞ വഴിക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത കുഴപ്പ് അഴപ്പായി മാറും. അത് ബുദ്ധിമുട്ടാം, ഈമാൻ നഷ്ടപ്പെടും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വൈഹക്ക നിന്റെ നാശമേ അയ്യുഹൽ മഫ്തൂൻ, ഫിത്നയിലകപ്പെട്ടവനെ. ഹാദാ അബ്ദുർറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ കൊണ്ടല്ലേ ലക്ഷ്യം വെച്ചത്. എന്നാൽ മഹാനായിരിക്കുന്ന ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ആരാണ് നീ അറിയണം. ബഹുമാനപ്പെട്ടവരാരാ മനസ്സിലാക്കിക്കോ. തന്റെ നല്ല പ്രവൃത്തികളിലും തഖ്വയിലും മഹാനവറുകൾ. സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കാര്യത്തിൽ നല്ല ഭക്തിയുള്ള മഹാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാ നബി തങ്ങളോട് കൂടെ സ്വഹാബത്ത് ലഭിച്ച മഹാൻ. നബിയുടെ നാക്കിലൂടെ തിരുനാക്കിലൂടെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അവകാശപ്പെട്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ട മഹാൻ. ഈ മഹാൻ നാളെ മഹ്ശറിൽ വരുന്ന രംഗം ആലോചിച്ചോ, തെറ്റില്ല. മഹാൻ അവർക്ക് സമ്പത്തുണ്ട്, ഒക്കെണ്ട്, എല്ലാം നല്ല വഴിക്ക് ചെലവഴിച്ചവർ. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം യൂഖഫു, അദ്ദേഹത്തെ നിർത്തപ്പെടുന്നതാണ്. ഫീ അറസത്തിൽ ഖിയാമ, അന്ത്യനാളിന്റെ മുറ്റത്തിൽ. വാഹിവാലിഹാദിന്റെ ഭീകരാന്തരീക്ഷത്തിൽ നിർത്തപ്പെടും. ഹലാലിന്റെ മാർഗത്തിലൂടെ മഹാൻ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തിന്റെ കാരണം കൊണ്ട് അതിന് കണക്ക് കൊടുക്കേണ്ടതുണ്ട്, വിവരം പറയേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ട് മഹാൻ സ്വാലിഹായി ജീവിക്കുവാൻ വേണ്ടി, ആരെങ്ങോടും യാചിക്കാതെ സ്വന്തമായി ജീവിക്കുവാൻ വേണ്ടി നേടിണ്ടാക്കിയതാണ്. നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടും നേടിയെടുത്ത കാരണം. അള്ളാന്റെ മാർഗം ഉദ്ദേശിച്ചുകൊണ്ട് ധാരാളം സമ്പത്ത് ചെലവഴിച്ച മഹാൻ. അള്ളാഹു തആലാന്റെ മാർഗത്തിലൂടെ ധാരാളം കൊടുത്ത മഹാൻ. ഈ മകാനത മുനിഅ തടയപ്പെടുകയാണ്. മിനസ്സൈൽ ജന്നതി, സുവലോക സ്വർഗത്തിലേക്ക് അതിവേഗം പോവലിനെ തടയപ്പെടുകയാണ് മഹാനെ. ആരോടുകൂടെ മഅൽ ഫുഖറാഇൽ മുഹാജിരീന, അള്ളാഹു തആലാന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ച് വെടിഞ്ഞ് നാടും വീടും വെടിഞ്ഞു പോയ സാധുക്കളായ ഫക്കീറന്മാർ, അവരെല്ലാവരും സ്വർഗീയ ലോകത്തേക്ക് വേഗം പോവുകയാണ്. ഹിസാബില്ല, വിചാരണയില്ല. ആ കൂട്ടത്തിൽ മഹാൻ പെടുന്നില്ല. അവിടെ തടയപ്പെടുകയാണ്, നിർത്തിവെക്കുകയാണ്. അങ്ങനെ അതാ മഹാനവറുകൾ അവരുടെ പിറകിലൂടെ സ്വർഗത്തിൽ പോകുവാൻ അതാ അവർ നീന്തുന്ന ആളായി മാറുകയാണ്. അവിടേക്കൊന്ന് എത്തിക്കിട്ടേണ്ടതുണ്ട്, പക്ഷെ കണക്ക് തീർക്കണം. എന്നിരിക്കെ ദുനിയാവിന്റെ വിത്തനകപ്പെട്ടതായിരിക്കുന്ന പടിഞ്ഞാറുകാരായ നമ്മളെപ്പോലത്തെ ആളുകളെ കൊണ്ട് എന്താ നിന്റെ ധാരണ? ഇഷ്ടം പോലെ സമ്പത്തുണ്ടാക്കി വാരിക്കൂട്ടിയിട്ട് ഇങ്ങനെയാണോ? നടക്കൂല. വബഉദ, വളരെ അകലെയാണ് നമ്മൾ. അതുകൊണ്ട് എല്ലാ അത്ഭുതങ്ങളും ഞാൻ അത്ഭുതപ്പെടുകയാണ്. ആരിൽ നിന്ന്? ഹലാലെന്ത് ഹറാമെന്ന് തിരിച്ചറിയാത്തതിൽ കുടുങ്ങി അതിന്റെ നൂലാമാലകളിൽ പുരണ്ട് കിടക്കുന്ന എല്ലാ ഫിത്തിനകപ്പെട്ടവൻ. അനധികൃത സ്വത്തുണ്ടാക്കി ജനങ്ങളുടെ ചളിയുടെ മേലിൽ വിഷമിക്കുന്ന മനുഷ്യൻ. അന്തസ്സും പവറും പറയുന്ന കാര്യത്തിൽ, അഴകിന്റെ കാര്യത്തിൽ, വികാരത്തിന്റെ കാര്യത്തിൽ തിരിഞ്ഞു മറിഞ്ഞു നടക്കുന്ന മനുഷ്യൻ. ദുന്യാവിന്റെ ഫിത്നയിലും അകപ്പെട്ട മനുഷ്യൻ. ഈ മനുഷ്യനാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. എന്നിട്ട് മനുഷ്യൻ എന്താണ് ഇങ്ങനെയൊക്കെ ഫിത്നയിലകപ്പെട്ടിട്ട് ഇവൻ പറയുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പിന്നെ മൂപ്പര് പറയാ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ടായിരുന്നില്ലേ? സ്വത്ത് നല്ല മാർഗത്തിലൂടെ ചെലവഴിച്ച് അള്ളാഹുവിന്റെ റസൂലുള്ളാഹിനെ ഇട്ടക്കാനായി, നീന്റെ പ്രിയങ്കരനായി അള്ളാഹിനെ ഇട്ടക്കാനായിട്ട് പോലും നാളെ മഹ്ശറിൽ നിർത്തുകയാണ്. പെട്ടെന്ന് പറഞ്ഞയക്കുന്നില്ല. ആലോചിക്ക്.